അശ്വിന് കൃഷ്ണകുമാറിനെതിരായ പരാതി കള്ളമാണെന്ന് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ. അതായത് ദിയ കൃഷ്ണയുടെ അമ്പലമുക്കിലെ ഫ്ളാറ്റിൽ നിന്ന് ഇവർ ആരോപിക്കുന്ന തരത്തിൽ ഇവർ പറഞ്ഞത് ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് പിടിച്ചു കയറ്റി വീട്ടിൽ കൊണ്ടുപോയി പണം അപഹരിച്ചു, ബലപ്രയോഗം പൂട്ടിയിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് കൃത്യമായ തെളിവായിട്ടാണ് ഇന്ന് ആ പുതിയ ദൃശ്യങ്ങൾ വന്നത്. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്ന് അവർ സ്വമേധയായി കാറിൽ കയറുന്ന ദൃശ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. മാത്രമല്ല, കൃഷ്ണകുമാർ അവിടെ ഒരു തരത്തിലും ബലപ്രയോഗം നടത്തുന്നില്ല. അവരത് മാന്യമായിട്ട് പറഞ്ഞു. അവർ രണ്ടുപേരും സ്വമേധയായി കയറുന്നതും കൃത്യമായിട്ട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല, 3 പേരിൽ ഒരാൾ, 2 പേരാണ് ഈ കാറിൽ കയറുന്നത്. ഒരാള് അവരുടെ സ്വന്തം സ്കൂട്ടി, ഇരുചക്ര വാഹനത്തിൽ ആ കാറിനെ പിന്നാലെ ആയിട്ട് പോകുന്നുമുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കെട്ടിച്ചമച്ചത്, അതായത് ഇവരുടെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് നമ്മുടെ സമൂഹത്തിന് കൃത്യമായി അത് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ, സ്ത്രീ എന്ന ആ ഒരു കാർഡ് ഉപയോഗിച്ച്, ജാതി കാർഡ് ഉപയോഗിച്ച് എല്ലാ കള്ളവും പൊളിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ മുന്നേറിയത്. അതിലാണ് ഇപ്പോഴും പോകുന്നത്. ഇപ്പോൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ തെളിവുകൾ വന്നിട്ട് പോലും അവർ ഇത് അസുഖമായി നിൽക്കുന്നു. ഇവിടെ നമ്മൾ കേസിന്റെ അല്ലെങ്കിൽ നേരത്തെ പറയുന്ന നിയമത്തിന്റെ പരിരക്ഷ എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇത്തരത്തിൽ ഇവർ അതിനെ മിസ്യൂസ് ചെയ്ത്, നിയമത്തിന്റെ ഇതൊക്കെ മിസ്യൂസ് ചെയ്ത് അതിനെ വേറെ രീതിയിലാക്കുകയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ അവർ, നമ്മൾ കള്ളികൾ എന്ന് പറയുന്നില്ല, എന്നാൽ പോലും അവർ കാണിച്ച ഈ തരംതാണ പ്രവൃത്തി അത് എല്ലാ സമൂഹത്തിനും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ നിയമം എല്ലാം ഉള്ളത് കൊണ്ട് അവരെപ്പോഴും സുഖമായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് ആശിക്കുന്നത് തോന്നുന്നത്? ഈ കേസിൽ തുടക്കം തൊട്ട് തന്നെ നമ്മൾ കൃഷ്ണകുമാറിന്റെയും ദിയാകൃഷ്ണയുടെയും വാദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സാമാന്യം നമുക്ക് മനസ്സിലാവും അവരെത്രത്തോട് കോൺഫിഡന്റ് ആയിട്ടാണ് അത് പറയുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓരോ കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ദിയാകൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ATM നിന്ന് വിഡ്രോ ചെയ്ത് പൈസ എടുത്ത് നിങ്ങളെ ഏൽപ്പിച്ചു എന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമായിട്ട് ദിയാകൃഷ്ണൻ പറയുന്നു, ATM CCTV ഉണ്ടല്ലോ, നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവരുടെ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോഴും അതിന് ഈ തരത്തിൽ ഇങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ തെളിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അവർ ഒരു ആരോപണം അല്ലെങ്കിൽ അവരുടെ പൈസ പോയി എന്നവർ പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകൾ അത് ശ്രമിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി അവിടുന്ന് മനസ്സിലാവുന്നതാണ്. ഇവർ ഇതിനു ശേഷമാണ് ഇത്രയും നാൾ ഇവർക്ക് ഇങ്ങനെ പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുന്നേ വന്ന് പോലീസിനെ അറിയിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ മുന്നേ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. കൃഷ്ണകുമാറിനെ പോലെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിലും അതുപോലെ സിനിമാ മേഖലയിലാണെങ്കിലും ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്, പ്രശസ്തനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടാൽ മതിയല്ലോ, ഈ വ്യക്തിയെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ കഴിയുമല്ലോ. ഇതൊന്നും ചെയ്തില്ല. അവസാനം ഇവർക്ക് നേരെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇവർക്ക് നേരെ ഒരു പ്രശ്നം കൃഷ്ണകുമാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും അഴിമതി ഇവിടെ നടന്നു അല്ലെങ്കിൽ ഇത്രയും പണം പോയി എന്ന് ഇവർക്ക് നേരെ പറയുമ്പോഴാണ് ഇവർ ഇതെല്ലാം ഇറക്കുന്നത്. അപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അവരത് കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് കൃഷ്ണകുമാറിന് നേരെ അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഇവർ 3 പേരും മാത്രമാണ് ഇതിന്റെ ബാക്കിൽ വലിയൊരു നല്ലൊരു ബ്രെയിൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അത് വ്യക്തമായി, ഇപ്പോൾ ടാക്സ് വെട്ടിക്കേണ്ട കാര്യം പറഞ്ഞു, ഇതൊക്കെ കൃത്യമായി അവർക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് എനിക്കിതിൽ പേഴ്സണലി തോന്നുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്, ചിലപ്പോൾ അതെൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ ഇവർ ഇതിൽ മുന്നോട്ട് വെക്കുന്ന ഓരോ പോയിന്റുകളും കൃഷ്ണകുമാറിനെ കൃത്യമായി ഫ്രെയിം ചെയ്ത് പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ്. പക്ഷേ തെളിവുകളാണ് ഇപ്പോൾ അവർക്ക് വില്ലനായി വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ തെളിവുകൾ ഉണ്ടായിട്ട് പോലും നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. കൃഷ്ണകുമാറിനെതിരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീക്ക് ഏറ്റവും പറ്റുന്നൊരു കാര്യമാണ് വാക്കാൽ ഒരു പുരുഷനെതിരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസാക്കാം, അല്ലെങ്കിൽ എഫ്ഐആറിൽ ഉൾപ്പെടെ അതിനകത്ത് എഴുതിക്കുന്നത് അങ്ങനെയാണ്. കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അതിനകത്ത്, അതായത് വസ്ത്രം പിടിച്ചു വലിച്ചു, ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അങ്ങനെ ഒരു തരത്തിലാണ് വരുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ആ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിയുമ്പോൾ അതിനെ മറയാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഊടുവഴികൾ, അത് അഡ്വക്കേറ്റിന്റെ ബുദ്ധിയൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഇത്തരത്തിൽ തരംതാണ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നീതി അകലെയായി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ധനനഷ്ടം മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മാനഹാനി ഉണ്ടാവുന്നു. ഇത്ര സമൂഹ മാധ്യമങ്ങൾ എല്ലാവരും ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു ഗർഭിണിയാണ്, ഒരു പെൺകുട്ടിയാണ്, അതുപോലെ ഇപ്പോൾ ഒരു യുവതിയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നേരിട്ട് ഇത് കാണില്ല. മാത്രമല്ല, ഇതിനകത്ത് ആ ചിന്തയോടെ ഒരു സ്ത്രീ എന്ന പരിഗണന ആ കുടുംബം മൊത്തം ഇവർക്ക് കൊടുത്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ 6 പേരും സെലിബ്രിറ്റീസ് ആണ്. അതിൽ 4 പേരും അത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. സിന്ധു കൃഷ്ണകുമാർ ആയാൽ പോലും അവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ അവർക്കൊക്കെ
വേണമെങ്കിൽ ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ കാര്യം പറയാമെങ്കിൽ അവർ നാണം കെട്ടേനെ. അവർ സ്ത്രീയെന്ന പരിഗണന കൊടുത്തു, സ്ത്രീകളെന്ന പരിഗണന കൊടുത്തു, മക്കളെ പോലെ കാണുന്നു. അതുപോലെ ദിയകൃഷ്ണ പറയുന്നു സഹോദരിമാരെ പോലെയാണ് കണ്ടതെന്ന് പറയുന്നു. എന്നിട്ടും പക്വമായി അവർ ഇടപെട്ടു. എന്നിട്ട് അവർ ക്ലീൻ ഡീൽ വയ്ക്കുന്നു. അഹാന കൃഷ്ണ വന്ന് സംസാരിക്കുന്നു, അതുപോലെ തന്നെ സിന്ധു കൃഷ്ണമാർ ഇടപെടുന്നു. എല്ലാവരും കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്കിത് കേസിന് പോകണ്ട, നിങ്ങൾ ക്ലീൻ ആയിട്ട്, നമുക്ക് നഷ്ടം വന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയൂ. അവരെല്ലാം റെക്കോർഡിക്കലി സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, മറയായിട്ട് വെക്കണമെങ്കിൽ. അങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ചെയ്തിട്ടും നേരത്തെ പറഞ്ഞ ഇത്രയും അവർ പരമാവധി അവർ ഇത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ട് അവർ എന്താണ് ചെയ്തത്? മാത്രമല്ല കേസ് ഇപ്പം എല്ലാവരും പറയുന്നത് കൃഷ്ണകുമാറിനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കൃഷ്ണകുമാറാണ് ഫസ്റ്റ് കേസ് കൊടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനൊരു കൗണ്ടർ കേസായിട്ടാണ് ഇവർ കൊടുത്തത്. എന്നിട്ടും അതിനാണ് പ്രാധാന്യം ഇവിടെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം മൊത്തം കൃഷ്ണകുമാറിനൊപ്പം നിന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ചില മാധ്യമ പറയുന്ന ആ ചാനലിന്റെ പേര് പറയുക തന്നെ അത് ഇതായിപ്പോവും. കുറച്ച് പേര് മാത്രം അതിനകത്ത് എതിര് നിന്ന് രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം കണ്ട്, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ മാത്രം മനസ്സിൽ കണ്ട് അവരെതിര് നിന്നു. ബാക്കി എല്ലാവരും ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് കൃഷ്ണകുമാറിനൊപ്പം. നമ്മൾ രാഷ്ട്രീയം അവിടെ നോക്കണ്ട. ഒരു അച്ഛന്റെ, ഒരു മകളുടെ, അല്ലെങ്കിൽ അവരുടെ കാര്യം, ധനനഷ്ടം എന്ന ഒരാളുടെ ഒരു പ്രതികരണം എന്ന രീതിയിൽ നോക്കണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഉപയോഗിക്കാൻ നമ്മൾ ഇതിനെക്കാട്ടി അപ്പുറമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. എന്നിട്ടും കൃഷ്ണകുമാർ ഇമോഷണലി പറയുന്നുണ്ട്. എന്നാൽ പോലും ഒരു ചീത്ത വാക്ക് പോലും അവർക്കെതിരെ അദ്ദേഹം പ്രയോഗിക്കുന്നില്ല. ദിയാകൃഷ്ണ പിന്നെ പ്രായം കൊണ്ട് അങ്ങനെയൊക്കെ പറയാം. പിന്നെ മാത്രമല്ല അവരെ സംബന്ധിച്ചുള്ള ഒരു ധനനഷ്ടത്തിനപ്പുറം മാനഹാനി എല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം വൈകാരികമായിട്ട് ഇടപെടേണ്ടത്. പക്ഷെ എന്നിട്ടും അവർ പക്വതയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്നിട്ട് എന്താ അവർ ചെയ്തത്? അവർ നിയമത്തിന്റെ ഇപ്പോൾ അവർക്ക് പരിരക്ഷ കിട്ടേണ്ട സംഭവങ്ങൾ അതിനകത്ത് കടന്നു കയറി പിടിച്ച് ഇവർക്കെതിരെ നശിപ്പിക്കുകയായിരുന്നു ഇവരുടെ കുടുംബത്തിൽ ചെയ്തത്. അത് തന്നെ ഏറ്റവും വലിയ നെറികേടാണ്. അതുകൊണ്ടാണ് കേരള സമൂഹം എല്ലാം തന്നെ അവർക്കെതിരെ ഇപ്പോൾ രംഗത്തുള്ളതും കൃഷ്ണകുമാറിനടക്കമുള്ള രാഷ്ട്രീയം പോലും മാറുന്ന അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അതിവിടെ കൃഷ്ണകുമാറിന് അറിയാമല്ലോ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ ഇത് ഏത് രീതിയിലൊക്കെ തിരിഞ്ഞു കൊത്താം എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും സൂക്ഷിച്ചായിരുന്നു. അദ്ദേഹം ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ട്, ഒരു അച്ഛൻ ഒരു മകൾക്ക് നേരിട്ട ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെ തന്നെയല്ലേ ഞാനും ഇടപെട്ടത്. ഒരുപക്ഷെ വേറൊരു അച്ഛനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വൈകാരികമായി ഇവിടെ ഇടപെടുമായിരുന്നു. കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ എൻ്റെ മകൾക്ക് നേരെ അഴിച്ചുവിട്ടത്. എന്നിട്ടും ഞാൻ ഇവിടെ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നാണ് പറയുന്നത്. കൃത്യമാണ് ആ വാക്കുകൾ, കൃത്യമാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഒരു പ്രശ്നം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുപോലെ കൃത്യമായി തന്നെയാണ് ഇവിടെ ഡീൽ ചെയ്തിട്ട്. എന്നിട്ടും ഇവർ തട്ടിക്കൊണ്ടുപോയി, അതുപോലെ ഭീഷണിപ്പെടുത്തി, ജാതി കാർഡ് ഇറക്കുന്നു, അങ്ങനെ പലവിധ ആരോപണങ്ങൾ ഇദ്ദേഹത്തിന് നേരെ ഇറക്കിയിട്ടും സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, എല്ലാ തെളിവുകളും നിങ്ങൾ പരിശോധിക്കുക, ശേഷം ഇതിലൊരു തീരുമാനമെടുക്കുക. ഇവിടെ മാധ്യമങ്ങൾ തുടക്കത്തിൽ കൃഷ്ണകുമാറിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ വ്യക്തമായി സത്യം തെളിയുകയാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്.